ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബേസസ് ആൻഡ് ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ബേസസ് ആൻഡ് ഡയമെൻഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെക്ടർ സ്പേസ് ബി എന്ന് പറഞ്ഞ ഒരു വെക്ടർ സ്പേസിൻ്റെ അകത്ത് ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സാണ് ബേസസ്. ആ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് രണ്ട് സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്കതിനെ ബേസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ രണ്ട് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കണ്ടീഷൻ, ആ വെക്ടേഴ്സ് V1, V2, V3 അപ് ടു Vn വരെയുള്ള വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ലീനിയർ ഇൻഡിപെൻഡൻസി എന്താണെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ലീനിയർ ഇൻഡിപെൻഡൻസിയുടെ ഇക്വേഷൻ. നമ്മുടെ വെക്ടേഴ്സ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം വിത്ത് ഒൺലി വൺ സൊല്യൂഷൻ. അതായത് സ്കേലാസ് എല്ലാം 0 വരുന്ന സൊല്യൂഷനിൽ മാത്രം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ വെക്ടേഴ്സിനെ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ ഫസ്റ്റ് കണ്ടീഷൻ, വെക്ടേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് കണ്ടീഷൻ, നമുക്ക് വെക്ടർ സ്പേസിലുള്ള എല്ലാ വെക്ടേഴ്സും നമ്മുടെ ബേസിസിലുള്ള വെക്ടേഴ്സ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യലോ സ്കേലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വെക്ടർ സ്പേസിലുള്ള എല്ലാ വെക്ടേഴ്സും ജനറേറ്റ് ചെയ്യാൻ പറ്റണം. സോ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്പാൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു വെക്ടർ സ്പേസ് വി. നെക്സ്റ്റ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിസിലുള്ള നമ്പർ ഓഫ് വെക്ടേഴ്സിനെയാണ് നമ്മൾ ഡയമെൻഷൻസ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ എഴുതിയ ബേസിസിൻ്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് വെക്ടേഴ്സ് എത്രയാണ്, അതാണ് നമ്മുടെ ഡയമെൻഷൻ. സോ ഡയമെൻഷൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ ഇറ്റ്സ് ബേസസ്. സോ നമുക്ക് ബേസസും ഡയമെൻഷൻസും എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ നമ്മൾ ഇൻ R², നമ്മൾ 2 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് കൺസിഡർ ചെയ്യുക. സോ ഇവിടെ നമ്മൾ ബേസസ് ആയിട്ട് 1, 0 ആൻഡ് 0, 1 കൺസിഡർ ചെയ്യാം. ഇതിനെയാണ് സ്റ്റാൻഡേർഡ് ബേസസ് എന്ന് പറയുന്നത്. R² സ്റ്റാൻഡേർഡ് ബേസസ് ആണ് 1, 0, 0, 1. ഇവിടെ നമുക്ക് R² കേസിൽ XY കോർഡിനേറ്റ് ആണുള്ളത്. സോ എക്സിൻ്റെ പൊസിഷനിൽ 1 കൊടുക്കുക, റെസ്റ്റ് 0 കൊടുക്കുക. ആൻഡ് വൈൻ്റെ പൊസിഷനിൽ 1 കൊടുക്കുക, റെസ്റ്റ് 0 കൊടുക്കുക. സോ ഇതാണ് സ്റ്റാൻഡേർഡ് ബേസസ്. സോ ഇത് നമ്മൾ ബേസസ് ആണ് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസിയുടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. സോ α1 V1 പ്ലസ് α2 V2 ഈസ് ഈക്വൽ ടു 0. ഈ വെക്ടർ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് 0 വരുന്ന ഒരേ ഒരു കേസേ ഉള്ളൂ, അതായത് സ്കേലാസ് 0 വരുന്ന കേസ്. സോ ഈ വെക്ടേഴ്സ് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയും. ആൻഡ് നെക്സ്റ്റ് കണ്ടീഷൻ, സ്പാൻ ചെയ്യണം. അതായത് നമ്മൾ ഈ വെക്ടർ സ്പേസ് വിയിലുള്ള R² എല്ലാ വെക്ടറും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. സോ നമുക്ക് കൺസിഡർ ചെയ്യാം XY എന്ന് പറഞ്ഞൊരു വെക്ടറിനെ കൺസിഡർ ചെയ്യാം. സോ ആ വെക്ടർ നമുക്ക് 1, 0 ആൻഡ് 0, 1 വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. സോ ഇവിടെ നമുക്ക് XY വെക്ടറിനെ നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ സ്കേലാസ് എക്സും വൈയും വെച്ച് നമ്മുടെ വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എല്ലാ വെക്ടേഴ്സും നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റും. വെക്ടർ സ്പേസ് R² എല്ലാ വെക്ടേഴ്സും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് നമുക്ക് ഇതിനെ ബേസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഡയമെൻഷൻ, നമ്മുടെ ബേസിസിൻ്റെ സെറ്റിൻ്റെ അകത്ത് എത്ര വെക്ടേഴ്സ് ഉള്ള, 2 വെക്ടേഴ്സ് ഉള്ള. സോ ഇതിൻ്റെ ഡയമെൻഷൻ 2 ആണ്. സോ കറസ്പോണ്ടിങ് നമ്മൾ R³ എടുക്കുക, 3 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് XY Z ഉണ്ട്. സോ സ്റ്റാൻഡേർഡ് ബേസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ പൊസിഷൻ 1 കൊടുക്കുക, റെസ്റ്റ് 0 കൊടുക്കുക. ആൻഡ് വൈൻ്റെ പൊസിഷൻ 1 കൊടുക്കുക, റെസ്റ്റ് 0 കൊടുക്കുക. ആൻഡ് ഇസൻ്റെ പൊസിഷൻ 1 കൊടുക്കുക, റെസ്റ്റ് 0 കൊടുക്കുക. സോ നമുക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് ഇതാണ് കിട്ടുന്നത്. ആൻഡ് ഡയമെൻഷൻ, ടോട്ടൽ നമ്പർ ഓഫ് വെക്ടേഴ്സ് എന്താ, 3 ആണ്. സോ ഡയമെൻഷൻ R³ 3 ആണ്. സോ കറസ്പോണ്ടിങ് നമുക്ക് R⁻n ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് എന്താ, E1, E2, E3 അപ് ടു En. വേർ E1 നമുക്ക് എക്സിൻ്റെ പൊസിഷൻ 1 കൊടുക്കുക, പിന്നെ വൈൻ്റെ പൊസിഷൻ 1 കൊടുക്കുക, അങ്ങനെ അപ് ടു n വരെ 1 കൊടുക്കുന്ന എല്ലാ വെക്ടേഴ്സുമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് ബി ഫോർ വെക്ടർ സ്പേസ് R⁻n. ആൻഡ് ഓൾസോ നമ്മൾ ബേസിസ് ആൻഡ് ഡയമെൻഷനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. സോ അതൊക്കെ എന്താണെന്ന് നോക്കാം. സോ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്, ഫസ്റ്റ് വൺ, 0 വെക്ടർ ക്യാൻറ്റ് ബി ഇൻ ദ ബേസസ്. നമ്മുടെ ബേസസിൻ്റെ അകത്ത് നമുക്ക് 0 വെക്ടർ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ബേസിസിൻ്റെ അകത്ത് നമുക്ക് 1, 0 ആൻഡ് 0, 0 ഉള്ള ഇവിടെ 0 വെക്ടർ ഉണ്ട്. സോ ഈ ഒരു ബേസിസിൽ നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്കേലാർ ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ബട്ട് ഇവിടെ സ്കേലാർ നോൺ 0 ആണെങ്കിലും നമുക്ക് 0 തന്നെ കിട്ടും. സോ സ്കേലാസ് നോൺ 0 വരുന്ന കേസ് എന്താണ്, സ്കേലാസ് 0 വരണം നമ്മുടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കേസിൽ. സോ ഇത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് കേസാണ്. ഹെൻസ് നമുക്ക് ബേസിസിൻ്റെ അകത്ത് 0 വെക്ടർ വരാൻ പാടില്ലെന്ന് പറയാം. സോ നെക്സ്റ്റ് വൺ, മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ് ഈസ് ഡയമെൻഷൻ ഓഫ് വി. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷനെക്കാട്ടിൽ കൂടുതൽ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് നമുക്ക് ആ വെക്ടർ സ്പേസിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ എക്സാമ്പിൾ നമുക്ക് R² കൺസിഡർ ചെയ്യാം, 2 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ് കൺസിഡർ ചെയ്യാം. ഇവിടെ ബേസസ് 1, 0 ആൻഡ് 0, 1. ഇത് ഓക്കെയാണ്, കാരണം ഇതിൻ്റെ ഡയമെൻഷൻ എത്ര വെക്ടേഴ്സ് ഉണ്ട്, 2 ഉണ്ട്. സോ R² ഡയമെൻഷൻ 2 ആണ്. ബട്ട് നമ്മളിവിടെ ഒരു വെക്ടറൂടെ ആഡ് ചെയ്യുക, 1, 1 എന്ന് പറഞ്ഞ ഒരു വെക്ടറൂടെ ആഡ് ചെയ്യുക. അവിടെ നോക്കി അറിയാൻ പറ്റും നമുക്ക് ബേസിസിൻ്റെ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. സോ
ഇവിടെ ആൽഫ v1 ആൽഫ v2 ആൽഫ v3 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ സ്കേലാസ് 0 അല്ലാത്ത കേസിൽ പോലും നമുക്ക് 0 വരുന്നുണ്ട്. സോ ലീനിയർ ഇൻഡിപെൻഡൻസി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഹെൻസ് നമുക്ക് ആർ സ്ക്വയറിനകത്ത് 2 ലീനിയർ ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് അറ്റ് എ ടൈം എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാം. സോ നമുക്ക് പറയാം ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസിനെക്കാട്ടിൽ കൂടുതൽ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ നമ്മൾ ബേസസ് വേരിയസ് നമ്പർ ഓഫ് n ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എക്സാമ്പിൾ ആർ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ കൺസിഡർ ചെയ്യുമ്പോൾ 2 1. സോ നമ്മൾ നേരത്തെ ബേസസ് 1 0 0 1 എഴുതി, അതുപോലെ നമുക്കൊരു ബേസസ് 2 1 1 3 ബേസസ് കൺസിഡർ ചെയ്യാം. സോ ഈ 2 വെക്ടർ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മെട്രിക്സ് ഫോർമാറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ലീനിയർലി ഡിപെൻഡൻ്റ് ആണ്. സോ ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ്. ആൻഡ് ഓൾസോ നമുക്ക് വെക്ടർ സ്പേസിലുള്ള ഏത് പോയിൻറ്റും എക്സ് വൈ എന്ന് പറഞ്ഞ ഏത് പോയിൻറ്റും നമുക്ക് ഈ 2 പോയിൻറ്റ് സ്കെയിലർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ആൽഫ 1 നമുക്ക് ഇങ്ങനെ കിട്ടും ആൻഡ് ആൽഫ 2 നമുക്ക് ഇങ്ങനെ കിട്ടും. ഹെൻസ് ഇത് നമുക്ക് ആർ സ്ക്വയറിൻ്റെ ബേസിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് നമുക്ക് എനി സെറ്റ് ഓഫ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് നമുക്ക് ബേസിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ബേസ് നോട്ട് യൂണീക്ക് ആണ് ആൻഡ് ഡയമെൻഷൻ യൂണീക്ക് ആണ്. അതായത് ഡയമെൻഷൻ ഒരു വെക്ടർ സ്പേസിൻ്റെ ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. ബട്ട് ബേസസ് നമുക്ക് വേരിയസ് നമ്പർ ഓഫ് ബേസസ് ആ വെക്ടർ സ്പേസിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ബേസസ് നോട്ട് യൂണീക്ക് ആണ്. സോ എക്സാമ്പിളായിട്ട് നമ്മൾ ആർ സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആർ സ്ക്വയറിൻ്റെ ബേസസ് ആയിട്ട് 1 0 0 1 എടുത്തായിരുന്നു സ്റ്റാൻഡേർഡ് ബേസസ് ആൻഡ് 2 1 1 3 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 2 1 1 3. സോ ബേസസ് നോട്ട് യൂണീക്ക് ആണ്. നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് ബേസസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അതിൻ്റെ എല്ലാം ഡയമെൻഷൻ സെയിം ആയിരിക്കണം. സോ ഇവിടെ 2ൻ്റെ ഡയമെൻഷൻ 2 ആണ്. സോ ഡയമെൻഷൻ യൂണീക്ക് ആണ്. നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ മെട്രിക്സിൻ്റെ ഒരു വെക്ടർ സ്പേസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ m/n മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ mn ആയിരിക്കും. ആൻഡ് സ്റ്റാൻഡേർഡ് ബേസസ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ പൊസിഷൻ 1 കൊടുക്കുക, എല്ലാം 0 കൊടുക്കുക, അങ്ങനെ കറസ്പോണ്ടിങ് എല്ലാത്തിനും കൊടുക്കുക. എക്സാമ്പിൾ നമുക്ക് 2/2 മെട്രിക്സ് കൺസിഡർ ചെയ്യാം. സോ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസസ് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് വെക്ടർ ഫസ്റ്റ് പൊസിഷൻ 1 കൊടുത്തു, റെസ്റ്റ് എല്ലാം 0. ആൻഡ് സെക്കൻഡ് വെക്ടർ സെക്കൻഡ് പൊസിഷൻ 1 കൊടുത്തു, റെസ്റ്റ് എല്ലാം 0. അങ്ങനെ കറസ്പോണ്ടിങ് ഓരോ വെക്ടേഴ്സും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ അതാണ് സ്റ്റാൻഡേർഡ് ബേസസ്. ആൻഡ് ഇവിടെ ഡയമെൻഷൻ നോക്കിയാൽ ഇത് 2/2 മെട്രിക്സ്. സോ 2 × 2 m/n = 4 ആയിട്ട് കിട്ടും. അതാണ് നമ്മുടെ ഡയമെൻഷൻ. ഓൾസോ ഈ സ്റ്റാൻഡേർഡ് ബേസസ് വെച്ചിട്ട് നമുക്ക് എല്ലാ മെട്രിക്സും ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 2 3 4 5 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് വേണമെങ്കിൽ കറസ്പോണ്ടിങ് 2v1 + 3v2 + 4v3 + 5v4 ചെയ്താൽ മതി. സോ നമുക്ക് എല്ലാ മെട്രിക്സും അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഹെൻസ് നമുക്ക് എല്ലാ മെട്രിക്സും വെക്ടർ സ്പേസിലുള്ള എല്ലാ മെട്രിക്സും നമുക്ക് ഇത് വെച്ചിട്ട് സ്പാൻ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് പോയിന്റ്, ഒരു പോളിനോമിയൽ സ്പേസ് പി എൻ എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ സ്പേസിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന 1x x up to xn വരെ. കാരണം പോളിനോമിയലിൻ്റെ ഡിഗ്രി n ആണ്. സോ അപ് ടു n വരെ നമ്മൾ ബേസിസിൽ എഴുതാം. ആൻഡ് നമ്മുടെ ഡയമെൻഷൻ n ആണ് നമ്മളെ ഡിഗ്രി എങ്കിൽ n+1 ആണ് ആ പോളിനോമിയൽ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ. സോ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് നോക്കാം. ഇവിടെ P2 എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ സ്പേസ് ആണ്. അതായത് 2 ഡിഗ്രി ഉള്ള എല്ലാ പോളിനോമിയൽസും നമുക്ക് ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യാം. സോ ഇതിൻ്റെ ബേസസ് എന്ന് പറയുമ്പോൾ 1x² വരും. ആൻഡ് ഡയമെൻഷൻ എന്താ 2 ആണ്. സോ 2 + 1 = 3 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓൾസോ ഈ ബേസസ് വെച്ചിട്ട് നമുക്ക് ഡിഗ്രി 2 ഉള്ള ഏത് പോളിനോമിയൽ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ 3 + 2x + x² പോളിനോമിയൽ നമ്മൾ ജനറേറ്റ് ചെയ്യണമെങ്കിൽ സോ ഇവിടെ 1 യൂസ് ചെയ്തു, x യൂസ് ചെയ്തു ആൻഡ് x² യൂസ് ചെയ്തു. അത് കറസ്പോണ്ടിങ് സ്കെയിലർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോളിനോമിയൽ നമുക്ക് കിട്ടാന്നുള്ളൂ. സോ നെക്സ്റ്റ് നമുക്കിനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ബേസിസിനെ ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് വെദർ ദി ഫോളോയിങ് വെക്ടേഴ്സ് ഫോം ബേസിസ് ഇൻ R3. ഇവിടെ നമുക്ക് v1 v2 v3 എന്ന് പറഞ്ഞ 3 വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ R3 3 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസിൽ ബേസിസ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. സോ നമ്മൾ ബേസിസിൻ്റെ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസി നമ്മൾ വെക്ടറിനെ മെട്രിക്സ് ഫോർമാറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഡിറ്റർമിനൻ്റ് എടുത്ത് ചെക്ക് ചെയ്യാം. സോ നമ്മൾ വെക്ടേഴ്സിനെ മെട്രിക്സ് ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്തു v1 v2 v3 കറസ്പോണ്ടിങ് എഴുതി. നമ്മൾ കാൽക്കുലേറ്ററിൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻ്റ് 18 ആണ് കിട്ടുന്നത്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതായത് ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആൻഡ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ലീനിയർലി ഡിപെൻഡൻറ്റും. സോ നമുക്ക് ഈ 3 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയും. ആൻഡ് നമ്മൾ സ്പാൻ എടുക്കുന്ന സമയത്ത് R3 ഡയമെൻഷൻ എന്താണ് 3 ആണ്. സോ R3 നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 3 വെക്ടർ ഏതെടുത്താലും നമുക്ക് R3 എല്ലാ വെക്ടേഴ്സും സ്പാൻ ചെയ്യാൻ പറ്റും. സോ സെക്കൻഡ് കണ്ടീഷനും അങ്ങനെ സാറ്റിസ്ഫൈ ആയി. കറസ്പോണ്ടിങ് നമുക്ക് R(n) വരുന്ന കേസിൽ നമ്മുടെ ഡയമെൻഷൻ n ആയിരിക്കും. ആൻഡ് നമ്മുടെ n നമ്പർ ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഏത് കിട്ടിയാലും അത് യൂസ് ചെയ്തിട്ട് നമുക്ക് R(n) എല്ലാ വെക്ടേഴ്സും സ്പാൻ ചെയ്യാൻ പറ്റും, അതായത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഹെൻസ് നമുക്ക്
ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ, അതുകൊണ്ട് നമുക്ക് ഈ 3 വെക്റ്റേഴ്സും ബേസസ് ഫോം ചെയ്യുന്നുണ്ട്, R³ ബേസസ് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറയാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് ലാംഡ വേർ ദി വെക്റ്റർ R³ ഫോം ബേസസ്. ഇവിടെ നമുക്ക് 3 വെക്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വെക്റ്ററിൻ്റെ അകത്ത് ഒരു എലമെൻറ്റ് നമ്മൾ ലാംഡ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ആ ലാംഡയ്ക്ക് എന്ത് വാല്യൂ വരുമ്പോഴാണ് ഈ വെക്റ്റർ ബേസസ് R³ ബേസസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഈ 3 വെക്റ്റർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് അത് ബേസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. സോ നമ്മൾ മെട്രിക്സ് ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക ഈ 3 വെക്റ്റർ. സോ ഇവിടെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ ഇവിടെ ലാംഡ എന്ന് പറഞ്ഞ ടേമുകളുണ്ട്, നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഡിറ്റർമിനൻ്റ് എടുക്കാൻ പറ്റും. സോ നമുക്ക് മാനുവലി ഡിറ്റർമിനൻ്റ് എടുക്കാം. സോ ലാംഡ കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. സോ 1 3 0 6 ആൻഡ് 0 കൺസിഡർ ചെയ്യുമ്പോൾ 2 6 0 0 2 6 0 0 ആൻഡ് 2 കൺസിഡർ ചെയ്യുമ്പോൾ 2 3 0 1 2 3 0 1. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യാം. സോ 1 ഇൻറ്റു 6 6 മൈനസ് 0 വരും. സോ 6 ലാംഡ ആൻഡ് ഇവിടെ എൻ്റയർലി 0 ആയിപ്പോയി. ആൻഡ് ഇവിടെ 2 ഇൻറ്റു 3 6 മൈനസ് 0 ഇൻറ്റു 1 0. സോ 6 ഇൻറ്റു 2 12. സോ 6 ലാംഡ പ്ലസ് 12 നോട്ട് ഈസ് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. സോ ഇത് നമ്മളൊന്ന് 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ലാംഡ പ്ലസ് 2 നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആൻഡ് നമുക്ക് 2 അപ്പുറത്തെ സൈഡിലോട്ട് എടുക്കുമ്പോൾ ലാംഡ നോട്ട് ഈസ് ഈക്വൽ ടു 2 വരുമ്പോൾ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ ലാംഡ 2 വരാത്ത എല്ലാ കേസസിലും നമ്മുടെ ഈ 3 വെക്റ്റേഴ്സും ബേസസ് ഫോം ചെയ്യും, നമുക്ക് R³ ബേസസ് ഫോം ചെയ്യും. സോ അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ബേസിസ് ആൻഡ് ഡയമെൻഷൻ ഓഫ് എ സബ് സ്പേസ് ഓഫ് R⁴. അതായത് ഒരു 4 ഡയമെൻഷണൽ റിയൽ വെക്റ്റർ സ്പേസിൻ്റെ സബ് സ്പേസ് നമുക്ക് തന്നിട്ടുണ്ടാവും, അതിൻ്റെ ബേസസും ഡയമെൻഷനും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, ഇവിടെ സബ് സ്പേസിൻ്റെ കണ്ടീഷൻ നമുക്ക് കോർഡിനേറ്റ് AB - B - A ഫോർമാറ്റ് കിട്ടണമെന്നാണ് പറയുന്നത്. സോ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഫ്രീ വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിസിൻ്റെ ഡയമെൻഷൻ കിട്ടും, നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ബേസിസിൻ്റെ ഡയമെൻഷൻ കിട്ടും. അതായത് ഫ്രീ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഫ്രീ എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ്, ആൻഡ് നോട്ട് ഫ്രീ ആണെങ്കിലോ അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. സോ നമുക്ക് ഫ്രീ വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമുക്ക് കിട്ടും, അതായത് നമുക്ക് ഡയമെൻഷൻ കിട്ടും. സോ ഈ ഒരു കേസിൽ നമ്മുടെ ഫ്രീ വേരിയബിൾസ് A ആൻഡ് B ആണ്. കാരണം എന്താ, നമ്മുടെ -Bയും -Aയും A B വെച്ചിട്ട് തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഫ്രീ വേരിയബിൾസ് AB ഫ്രീ വേരിയബിൾസ് ആണ്, ആൻഡ് -B - A AB എന്ന് ജനറേറ്റ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ A × -1 ആണ് -A ആൻഡ് B × -1 ആണ് -B. സോ നമുക്ക് അതിനെ ABയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഹെൻസ് നമുക്ക് ബേസിസിൻ്റെ ഡയമെൻഷൻ 2 ആയിട്ട് കിട്ടും. ഇവിടെ നമുക്ക് ബേസിസ് കിട്ടാൻ വേണ്ടി നമ്മൾ റാൻഡംലി എന്തെങ്കിലും വാല്യൂ ഇട്ട് കൊടുക്കുക Aനും Bനും. സോ നമ്മൾ നോർമലി ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് 0s and 1s ആണ്. സോ നമ്മളിപ്പം Aന് 0 കൊടുക്കുക, Bന് 1 കൊടുക്കുക, ആൻഡ് വൈസ് വേഴ്സ. സോ നമുക്ക് 1 0 0 -1 എന്ന് കിട്ടും, ആൻഡ് 0 1 -1 0 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ബേസിസിൻ്റെ അകത്തുള്ള 2 വെക്റ്റേഴ്സ്. നമ്മൾ ഫ്രീ വേരിയബിൾസ് വെച്ചിട്ട് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 വെക്റ്റേഴ്സ് ജനറേറ്റ് ചെയ്തു, ആൻഡ് ഇറ്റ്സ് ഡയമെൻഷൻ ഈസ് 2. സോ നെക്സ്റ്റ് തന്നിരിക്കുന്ന സബ് സ്പേസിൻ്റെ കണ്ടീഷനാണ് XY Z W ഫോർമാറ്റിലായിരിക്കണം നമ്മുടെ കോർഡിനേറ്റ്സ്, ആൻഡ് ഈ ഒരു ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം. സോ X + Y + Z - W = 0 ആയിരിക്കണം. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുക. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടേം റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. സോ ഇവിടെ വേണമെങ്കിൽ W നമ്മൾ റൈറ്റ് സൈഡിലോട്ട് എടുക്കുക. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഫ്രീ വേരിയബിൾസിൻ്റെ എണ്ണോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് എത്ര എണ്ണമുണ്ട്? 3 എണ്ണമുണ്ട്, X Y Z. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളോ W മാത്രമേ ഉള്ളൂ. സോ 1. അതായത് നമ്മുടെ W X Y Zൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ നമുക്ക് അറിയാൻ പറ്റും, Xനും Yനും വാല്യൂ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ചാണ് നമുക്ക് Wന് വാല്യൂ കിട്ടുന്നത്. സോ W നമുക്കൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ഏത് വേരിയബിൾ വേണമെങ്കിലും എടുക്കാം. നമ്മൾ എങ്ങനെ എടുത്താലും നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ 1 ആണ് കിട്ടുന്നത്, ആൻഡ് ഫ്രീ വേരിയബിൾസ് 3 ആണ് കിട്ടുന്നത്. സോ നമുക്ക് കറസ്പോണ്ടിങ് ഫ്രീ വേരിയബിൾസിന് വാല്യൂസ് ഇട്ട് കൊടുക്കാം. സോ ഇനീഷ്യലി നമ്മൾ X 0 0 കൊടുക്കുമ്പോൾ 1 0 0 1 കിട്ടും, ആൻഡ് നെക്സ്റ്റ് Yന് 1 കൊടുക്കുക, 0 1 0 1 കിട്ടും, ആൻഡ് Zന് 1 കൊടുക്കുമ്പോൾ 0 0 1 1 കിട്ടും. സോ നമ്മൾ ഫ്രീ വേരിയബിൾസ് വെച്ചിട്ട് നമ്മുടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബേസിസിൻ്റെ വെക്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. സോ നമ്മുടെ ഡയമെൻഷൻ 3 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് 3 ആണ്, ആൻഡ് ഇതാണ് നമ്മുടെ ബേസിസിൻ്റെ സെറ്റ്. സോ ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ സോൾവ് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ബേസിസ് ആൻഡ് ഡയമെൻഷൻ ഓഫ് എ സബ് സ്പേസ് ഓഫ് R³ R³ ആണ്, വേർ S ഈസ് X1 X2 X3 വിത്ത് ഫോളോയിങ് കണ്ടീഷൻ. സോ നമുക്ക് നേരത്തെ വന്ന ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇവിടെ R³ ആണ്, അതായത് ഒരു 3 ഡയമെൻഷണൽ റിയൽ വെക്റ്റർ സ്പേസ് ആണ്. അതിൻ്റെ സബ് സ്പേസ് നമുക്ക് തന്നിട്ടുണ്ടാവും, അതിൻ്റെ ബേസിസ് ആൻഡ് ഡയമെൻഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ. സോ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ ഈ സബ് സ്പേസിൻ്റെ അകത്ത്
x1 x2 x3 ഈ ഇക്വേഷൻ ഫോളോ ചെയ്യണം. സോ ഈ ഇക്വേഷനിൽ നമുക്ക് നമ്മുടെ ഫ്രീ വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ. നമുക്ക് ഏതെങ്കിലും ഒരു ടേം നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് എടുക്കുക. സോ ഇവിടെ x3 നമ്മൾ റൈറ്റ് സൈഡിലോട്ട് എടുക്കുക. സോ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് കിട്ടും. ഇവിടെ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് x1 ആൻഡ് x2. സോ നമ്മുടെ ഫ്രീ വേരിയബിൾസ് 2 ആണ്. ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ x3 മാത്രമേ ഉള്ളൂ. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ 1. സോ ഡയമെൻഷൻ നമുക്ക് 2. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് 2 ആണ്. സോ ഡയമെൻഷൻ 2 ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ബേസസ് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഫ്രീ വേരിയബിൾസ് ആയിട്ടുള്ള x1നും x2നും 1ഉം 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് 1 0 -1/2 കിട്ടും. ആൻഡ് നമ്മൾ x1 x2ന് 0 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 1 3/2 എന്ന് കിട്ടും. സോ ഹെൻസ് നമ്മൾ ബേസിസിൻ്റെ സെറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. ആൻഡ് ഡയമെൻഷൻ 2 ആണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ സബ്സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് x1 x2 x3 എന്ന കോർഡിനേറ്റ് വാല്യൂസിനെ നമുക്ക് സബ്സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. 3x1 2x2 + x3 = 0 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷനും ആൻഡ് 4x1 + 5x2 = 0 എന്ന് പറഞ്ഞ സെക്കൻഡ് ഇക്വേഷൻ. സോ ഇവിടെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് x1 = -5/4x2 ആയിട്ട് കിട്ടും. സോ ഇത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഫസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 × -5/4x2 - 2x2 + x3 = 0 എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ആൻഡ് ഫൈനലി നമ്മൾ x2ൻ്റെ ടേം എല്ലാം റൈറ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ നമുക്ക് x3 = 23/4x2 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഇവിടെ സോൾവ് ചെയ്ത് നമ്മൾ ഫൈനലി ഒറ്റ ഇക്വേഷൻ എത്തിച്ചു. ഈ ഇക്വേഷൻ്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് എത്രയാണ്? ഇപ്പോഴത്തെ എത്ര വേരിയബിൾസ് ഉള്ള 1. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എത്രയാണ്? x2 മാത്രമേ ഉള്ളൂ. സോ 1. അതായത് x2 x3നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് x3 ഫ്രീ ആണ്. സോ ദ ഡയമെൻഷൻ ഓഫ് ദി ബേസ് ഈസ് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് നമ്മൾ ബേസസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ റാൻഡമായിട്ട് ഫ്രീ വേരിയബിൾസ് എന്തെങ്കിലും വാല്യൂ കൊടുക്കാം. സോ x3ന് നമ്മൾ 1 കൊടുത്തു. 1 കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ നമുക്ക് ഡിനോമിനേറ്ററുള്ള 23 കളയണമെങ്കിൽ നമ്മൾ 23 വെച്ച് എൻ്റയർലി എല്ലാ കോർഡിനേറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ -5 4 23 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ബേസസ് ആൻഡ് ഡയമെൻഷൻ 1 ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ബേസസ് ആൻഡ് ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക് നോക്കാം. താങ്ക് യു.